ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. അപ്പോൾ നമ്മുടെ മെക്കാനിക്സ് ഓഫ് സോളിഡ് എന്ന് പറയുന്ന 2024 ബിടെക്കിന്റെ സിലബസിൽ വരുന്ന സബ്ജക്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സബ്ജക്ട് കോഡ് PCMET 302. നമുക്ക് ക്രെഡിറ്റ് വരുന്നത് 4 ആണ്. മൊഡ്യൂൾ 1 വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹുക്സ് ലോ ആൻഡ് ഇറ്റ്സ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ്. ഈ ടോപ്പിക്കിന് ഒരു പ്രത്യേകതയുണ്ട്. മിക്കവാറും തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിലെ, അതായത് ഇപ്പോൾ റിവിഷൻ 24 ആണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. പ്രീവിയസ് ഇയറുകളിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് ഈ ഹുക്സ് ലോവും അതിൻ്റെ റിലേഷൻഷിപ്പും. ഇതിൻ്റെ ഡെറിവേഷൻസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. എന്താണ് ലോ സ്റ്റേറ്റ്മെന്റ് പഠിക്കാനുണ്ട്. ആ ലോ സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ട് ഫോർമുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഇക്വേഷൻസും വൈസ് ചെയ്യുന്ന പ്രോബ്ലംസും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വരും സെഷൻസിലെല്ലാം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വളരെ എക്സ്പ്ലനേറ്ററി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് പഠിക്കേണ്ടത് വാട്ട് ഈസ് ഹുക്സ് ലോ ആൻഡ് വാട്ട് ആർ ദ ഡിഫറെന്റ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ സ്ട്രെസ് സ്ട്രെയിൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. വാട്ട് ഈസ് സ്ട്രെസ്, വാട്ട് ഈസ് സ്ട്രെയിൻ ഒന്ന് ബ്രീഫായിട്ട് ഞാൻ ജസ്റ്റ് പറയാം. സ്ട്രെസ് ഇറ്റ് ഈസ് ദ ഫോഴ്സ് പെർ ഏരിയ അല്ലെങ്കിൽ റെസിസ്റ്റീവ് ഫോഴ്സ് പെർ ഏരിയ. സ്ട്രെയിൻ എന്ന് പറയുന്നത് കൊടുക്കുന്ന സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടാകുന്ന ഡീഫോർമേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡീഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം ആണ്. സോ ആസ് പെർ ഡെഫിനിഷൻ സ്ട്രെയിൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ എന്താണ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദ ഒറിജിനൽ ഡയമെൻഷൻ. ഈ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. നമുക്കറിയാം, ഒരു ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ബോഡിക്ക് ഒരു കോസീവ് ബോണ്ടിങ് ഉണ്ട്. ആ ബോണ്ടിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് റെസിസ്റ്റീവ് ഫോഴ്സ് അത് ആക്ട് ചെയ്യും തീർച്ചയായിട്ടും. ആ റെസിസ്റ്റീവ് ഫോഴ്സിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ആ റെസിസ്റ്റീവ് ഫോഴ്സിനെ ഓവർകം ചെയ്തിട്ടാണ് പിന്നെയും സ്ട്രെസ് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ബോഡി എന്ത് ചെയ്യാൻ തുടങ്ങും? അത് റെസിസ്റ്റ് അല്ലെങ്കിൽ അതൊരു ഡീഫോർമേഷൻ, അതിന്റെ ഡയമെൻഷൻസിൽ വേരിയേഷൻ വരുത്താൻ, മീൻസ് അതിന് ഡീഫോം ചെയ്യാൻ തുടങ്ങും. ഡീഫോം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേപ്പ് ചേഞ്ച് ചെയ്യുക എന്നർത്ഥം. ഫോം മീൻസ് ഷേപ്പ്, ഡീഫോം മീൻസ് ഷേപ്പ് ചേഞ്ചസ്. മനസ്സിലായോ? എന്തുകൊണ്ടായിരിക്കും? ഞാൻ പറഞ്ഞു, വളരെ ടൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു സാധനത്തിലേക്ക് ഫോഴ്സ് രണ്ട് സൈഡിൽ നിന്നും പുള്ളിങ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ആ കൊഹസീവ് ബോണ്ടിങ് റെസിസ്റ്റ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനാണ് ആക്ച്വലി എന്ത് പറയുന്നത് ആ പറഞ്ഞ ഡീഫോർമേഷൻ എന്ന് പറയുന്നത് അല്ലേ. സോ നമുക്കറിയാം രണ്ട് ടേം, സ്ട്രെസ്സും ഈ ഡീഫോർമേഷനും. കൊടുക്കുന്ന സ്ട്രെസ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണോ ആ ഒരു സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും അവിടുത്തെ ഡീഫോർമേഷനും വരുന്നത്. ആ റിലേഷൻഷിപ്പ് തന്നെയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. So, the relationship between stress and strain is given by the law is known as Hooke's law. Okay, so ആ Hooke's lawനെ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത്. As per the statement, Hooke's law പറയുന്നത് എങ്ങനെയാണ്? Within its elastic limit, പല ലിമിറ്റുകളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ പല പോയിന്റ്സുകളെ കുറിച്ച് നമുക്ക് അറിയാനുണ്ട്. അതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ലിമിറ്റാണ് ഇലാസ്റ്റിക്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്താണ് ഇലാസ്റ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫോഴ്സ് കൊടുത്താൽ ആ ഫോഴ്സ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇലാസ്റ്റിക് ആണെന്ന് അറിയാം, വലിഞ്ഞു പോകുന്നു പറയും അല്ലേ. അത് ജസ്റ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ചേഞ്ച് ആയിട്ടിരിക്കും. എന്ത് സംഭവിക്കും? ആ ഫോഴ്സ് അല്ലെങ്കിൽ വിട്ട് കഴിഞ്ഞാൽ, ആ ഫോഴ്സ് നമ്മൾ തിരിച്ച് വിട്ട് കഴിഞ്ഞാൽ ഒരു റബ്ബർ ബാൻഡിൽ എടുക്കുന്നു, നിങ്ങളെ തരുന്നു, മോനെ ഒന്ന് പിടിച്ച് വലിക്കാൻ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് പിടിച്ചത് വലിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഫോഴ്സ് വലിക്കും. സ്വാഭാവികമായിട്ടും ആ കൊടുക്കുന്നതിനനുസരിച്ച് ഒരു വലിയ ഉണ്ടാവും അല്ലേ. കൊടുക്കുന്ന ഫോഴ്സ് കൂടുതലാണെങ്കിൽ കൂടുതൽ വലിയും, കുറച്ചാണെങ്കിൽ കുറച്ച് വലിയും. വിട്ട് കഴിഞ്ഞാലോ അതിൻ്റെ പഴയ പ്രഷറിലേക്ക് പോകും. അങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്ത് അതിലൊരു ഡീഫോർമേഷൻ കാണുന്നു അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുന്നു. ആ ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ ഇറ്റ് ഡെഫിനറ്റ്ലി റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്. ആ ഒറിജിനൽ ഷേപ്പിലേക്ക് മാറുന്ന ഒരു ലെവലുണ്ട്. ഒരു പരിധിയിൽ കൂടുതൽ ഒരു മെറ്റീരിയലിലേക്ക് ഇതേപോലെ ഫോഴ്സ് കൊടുത്താൽ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, കറക്റ്റായിട്ട് ഇനീഷ്യൽ ലെങ്തിലേക്ക് വരണം എന്നൊരു നിർബന്ധമില്ല. പറഞ്ഞാൽ മനസ്സിലായോ? അങ്ങനെ ഉള്ള ആ കറക്റ്റ് തിരിച്ച് വരുന്ന പോയിന്റ് വരെയുള്ള പോയിന്റ്, അതായത് ആ ഒരു ഫോഴ്സ് എവിടെയാണോ അല്ലെങ്കിൽ ആ ലിമിറ്റ് എവിടെയാണോ ആ ലിമിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ സംഭവം. ഒരു ഫോഴ്സ് കൊടുത്തു, ആ മെറ്റീരിയൽ ഒരു ലോങ്ങേഷൻ ഉണ്ടായി, അതിലൊരു ചേഞ്ച് ഉണ്ടായി, ഡീഫോർമേഷൻ ഉണ്ടായി. ഫോഴ്സ് റിമൂവ് ചെയ്തപ്പോൾ എന്താണ്? ഞാൻ 10 ന്യൂട്ടൺ കൊടുത്തു, അത് വലിഞ്ഞു, അല്ലെങ്കിൽ ലെങ്തിന് ചേഞ്ച് ഉണ്ടായി. ആ 10 ന്യൂട്ടൺ ഞാൻ റിമൂവ് ചെയ്തു, തിരിച്ച് അതിൻ്റെ പഴയ പൊസിഷനിലേക്ക് വന്നു. 11 കൊടുത്തു, സെയിം. 12 കൊടുത്തു, സെയിം. 15 മേലെ പോയപ്പോൾ എന്ത് സംഭവിച്ചു? വലിഞ്ഞു, വിട്ടപ്പോൾ തിരിച്ചു വന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? ഇനീഷ്യലി 10 സെന്റിമീറ്റർ ഉണ്ടായിരുന്നു, ഇപ്പോൾ നോക്കിയപ്പോൾ 10.1 ആയി. ദാറ്റ് മീൻസ് 0.1 ഡിഫറൻസ് അവിടെ വന്നു. അപ്പൊ അത് നമുക്ക് പറയാൻ പറ്റില്ല, എന്ത് ചെയ്യാം, മുഴുവനായി അതിന്റെ പഴയ സ്റ്റേറ്റിലേക്ക് വന്നിട്ടില്ല. എപ്പോൾ വരെ, ഏത് ഫോഴ്സ് വരെ അത് മുഴുവനായിട്ട് അതിന്റെ പഴയ സ്റ്റേറ്റിലേക്ക് വന്നു, ആ സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. സോ വിത്തിൻ ഇറ്റ്സ് ഇലാസ്റ്റിക് ലിമിറ്റ് ആണ് നമ്മൾ ഈ ഒരു ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ ലോന്റെ പൂർണ്ണമായ രൂപം പറയുന്നത് എപ്പോഴും എങ്ങനെയാണ്? വിത്തിൻ ഇറ്റ്സ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്നുള്ള കണ്ടീഷനാണ്. സോ വിത്തിൻ ഇറ്റ്സ് ഇലാസ്റ്റിക് ലിമിറ്റ് ദ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. നമ്മൾ പറഞ്ഞ സ്ട്രെസ്സിന്റെ സിമ്പിൾ എന്തായിരുന്നു? സിഗ്മ ആയിരുന്നു അല്ലേ. സോ സിഗ്മ വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം?
when stress increases, strain also increases. Stress reduces, strain also reduces. ഏത് ലിമിറ്റ് വരെ? വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. നിങ്ങൾ എഴുതുമ്പോൾ ആ ഒരു ടേം വിട്ടാൽ ആ മാർക്ക് നിങ്ങൾക്ക് അവിടെ പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. വിത്തിൻ ഇറ്റ്സ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ അവിടെ ഗുണം. സ്ട്രെസ് ഒരു ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആ ബോഡിക്ക് ഉണ്ടാവുന്ന സ്ട്രെയിൻ അല്ലെങ്കിൽ ഡിഫോർമേഷൻ. ക്ലിയർ അല്ലേ? സോ ഈ പ്രൊപ്പോർഷണലിറ്റി മാറ്റാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു ഇക്വേഷൻ എപ്പോഴും മെൻഷൻ ചെയ്യുമ്പോൾ പ്രൊപ്പോർഷണൽ ഫോമിലല്ല എഴുതുക അല്ലേ? സോ ആ പ്രൊപ്പോർഷണലിറ്റി മാറ്റാൻ വേണ്ടി ഞാൻ ഓക്കെ സ്ട്രെസ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് E into strain എന്ന് കൊടുക്കും. ഓക്കെ, കോൺസ്റ്റന്റ് E into strain. ദിസ് ഈസ് ദ ആക്ച്വൽ ഇക്വേഷൻ ഓഫ് ഹുക്സ് ലോ. സ്ട്രെസ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇൻറ്റു ഇ എപ്സിലോൺ. അതായത് നമ്മുടെ E into എപ്സിലോൺ. വേർ E ഈസ് കോൾഡ് എന്താണ്? ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ആ വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ പറയാ? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, അല്ലെങ്കിൽ പറയുന്ന പേരാണ് ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ, സോ എപ്സിലോൺ ഈക്വൽ ടു അല്ലെങ്കിൽ ഇ ഈക്വൽ ടു എന്ത് എഴുതാം? സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഇപ്പൊ ഈ ഒരു ഡെഫിനേഷൻ ഒന്ന് മാറ്റി പറഞ്ഞു നോക്കിയേ. ഈ എന്ന് പറയുന്നത് മെറ്റീരിയൽ കോൺസ്റ്റന്റ് ആണ്. നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ സെയിം ആണെങ്കിൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആ ഇലാസ്റ്റിക് ലിമിറ്റ് വരെ ഏത് റേഷ്യോ എടുത്താലും ഇറ്റ്സ് എ കോൺസ്റ്റന്റ് വാല്യൂ. ദ കോൺസ്റ്റന്റ് വാല്യൂ ഈസ് ഗിവൺ ബൈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ് വിത്തിൻ ഇറ്റ്സ് ഇലാസ്റ്റിക് ലിമിറ്റ്. അങ്ങനെ നമുക്ക് എന്ത് പറയാം? ഹുക്സ് ലോ എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇത് വെച്ച് നമുക്കൊരു ഇക്വേഷൻ കൂടി ഒന്ന് ഫോർമുലേറ്റ് ചെയ്യാം. നോക്കിയേ, സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് ഇൻറ്റു സ്ട്രെയിൻ ആണല്ലോ. വാട്ട് ഈസ് സ്ട്രെസ്? സ്ട്രെസ് ഈസ് ഈക്വൽ ടു റെസിസ്റ്റീവ് ഫോഴ്സ് ബൈ ഏരിയ. വാട്ട് ഈസ് സ്ട്രെയിൻ? സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ഈ രണ്ട് ഇക്വേഷനും ഞാൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് സംഭവിക്കും? ഫോഴ്സ് ബൈ ഏരിയ വിച്ച് ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ എൽ. ഒരു ഫോഴ്സ്, ഒരു ലോഡ് കൊടുക്കുമ്പോൾ ആ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ മെറ്റീരിയൽ ഒരു ഇലോങ്ങേഷൻ ഉണ്ടായി. എത്രയാണ് ആ വാല്യൂ ഓഫ് ഇലോങ്ങേഷൻ? എക്സ്റ്റൻഷൻ ഓഫ് എ ബാർ അല്ലെങ്കിൽ ഇലോങ്ങേഷൻ ഓഫ് എ ബാർ എന്ന് പറഞ്ഞ് പ്രോബ്ലം ചോദിക്കാറുണ്ട്. സോ ഇവിടുന്ന് ഡെൽറ്റ എൽ എങ്ങനെ എഴുതാൻ പറ്റും? ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു ലോഡ് ഇൻറ്റു ആക്ച്വൽ ലെങ്ത് ഡിവൈഡ് ബൈ ദ ഏരിയ ക്രോസ് സെക്ഷൻ ഇൻറ്റു എന്താണ്? യങ്സ് മോഡുലസ്. കണ്ടോ? യൂണിറ്റ് നോക്കിയേ. ഇതിന് യൂണിറ്റ് ഇടുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഇൻ മീറ്റർ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് മീറ്ററിലായിരിക്കും. സോ ഇക്വേഷൻ ഓഫ് ഇലാസ്റ്റിക് അല്ലെങ്കിൽ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് എഫ് എൽ ഡിവൈഡ് ബൈ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് സിമ്പിൾ ആയിട്ട് 2 മാർക്കിന് ഒന്ന് ഫോർമുലേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ട് എല്ലാ ടേംസും എന്നിട്ട് ഇലോങ്ങേഷന്റെ ഇക്വേഷൻ ചോദിക്കാറുണ്ട്, പ്രോബ്ലം ചോദിക്കാറുണ്ട്. ആ പ്രോബ്ലം വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കാറുണ്ട്, കോമ്പോസിറ്റ് സൈഡിലും ചോദിക്കാറുണ്ട്. ഓക്കെ, 2 മാർക്ക് 3 മാർക്കിനൊക്കെ സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ഈ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ എന്തിലും വരാറുണ്ട്? നമ്മുടെ പ്രോബ്ലം സെക്ഷനിലും വരാറുണ്ട്. സോ ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. എലോങ്ങേഷൻ ഓഫ് എ ബാർ അല്ലെങ്കിൽ എലോങ്ങേഷൻ ഓഫ് എ സിമ്പിൾ ബോഡി എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ലോഡ്, ഫോഴ്സ് എന്നൊക്കെയാണ് പറയാം. ലോഡ് എന്ന് പറയും, ഫോഴ്സ് എന്ന് പറയും. ഓക്കെ, ആ ലോഡ് ഇൻറ്റു അതിന്റെ ആക്ച്വൽ ലെങ്ത് ഡിവൈഡ് ബൈ ഏരിയ ക്രോസ് സെക്ഷൻ ഇൻറ്റു ഇ. നമ്മൾ എടുക്കുന്നത് ഒരു ക്രോസ് റോഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്യൂബ് ടൈപ്പ് റോഡ്, ഡി ഡയമീറ്റർ ഉള്ള എൽ ലെങ്ത് ഉള്ള ഒരു റോഡ് ആണെങ്കിൽ വാട്ട് ഈസ് ഏരിയ? ഏരിയ ഈസ് ഈക്വൽ ടു π/4d². അതാണ് ഇതിന്റെ ഏരിയ. സോ ഈ വാല്യൂ കണ്ടുപിടിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇ എന്ന് പറയുന്നത് മെറ്റീരിയൽ കോൺസ്റ്റന്റ് ആണ്. അത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കും. ക്വസ്റ്റ്യൻ എന്താണ് ഇതിനെ പറയുന്നത്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നാണ്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നാണ് അല്ലെ? എഫ് ഇസ് ദ ലോഡ്. എത്ര ലോഡ് കൊടുക്കുമ്പോഴാണ് ആ വേരിയേഷൻ വരുന്നത്. എൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് തന്നിരിക്കുന്ന സ്പെസിമെൻ അല്ലെങ്കിൽ ആ സ്പെസിമെൻ ബോഡിയുടെ ആക്ച്വൽ ലെങ്ത് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ്, ഹുക്സ് ലോ ആൻഡ് കറസ്പോണ്ടിങ് ഇക്വേഷൻ. ഓക്കെ, സോ ഹുക്സ് ലോ സ്ട്രെസ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു ഇ, ഇ ഈസ് നോൺ ആസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? വിത്തിൻ ഇറ്റ്സ് ഇലാസ്റ്റിക് ലിമിറ്റ് ദ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? Within its elastic limit, the stress by strain is always a constant. That constant value is known as modulus of elasticity. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനകത്ത് ആ കണ്ടീഷൻ, ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ലിമിറ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഈ ഗേറ്റ് ഓറിയന്റഡ് അല്ലെങ്കിൽ നമ്മുടെ PSC ഓറിയന്റഡ് ക്വസ്റ്റ്യൻസിലൊക്കെ ഈ ലിമിറ്റിനെ പറ്റി എന്ത് ചെയ്യുന്നുണ്ട്? എപ്പോഴും മെൻഷൻ ചെയ്യാറുണ്ട്. ക്ലിയർ ആണല്ലോ? സോ ഇവിടുന്ന് തന്നെ തുടങ്ങാം. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഇസ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു അല്ലേ? നമ്മൾ പഠിച്ചതിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ്സും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെയിനും ഉണ്ട് അല്ലെ? അതനുസരിച്ച് നമുക്ക് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലാസ്റ്റിക് മോഡുലസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ആൻഡ് ഫസ്റ്റ് വൺ വെരി വെരി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്, ആ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ആണ്. ഒന്നാമത്താണ് യങ്സ് മോഡുലസ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ് യങ്സ് മോഡുലസ് അല്ലെ? യങ്സ് മോഡുലസിനെ നമ്മൾ സിംപ്ലി എന്ന് പറയാം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ് തന്നെയാണ്. എന്താണ് പ്രത്യേകത? നമ്മുടെ നോർമൽ സ്ട്രെസ് ഡിവൈഡ് ബൈ നോർമൽ സ്ട്രെസ് നമ്മൾ പറഞ്ഞു അല്ലെ? ഇ ഈസ് ഈക്വൽ ടു എന്താണ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്.
ഏത് സ്ട്രെസ് ഏത് സ്ട്രെയിന് എന്ന ഉള്ള കണ്ടീഷനെ അനുസരിച്ചിരിക്കും എന്ത് അത് ഏത് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു നോർമൽ സ്ട്രെസ് അല്ലെങ്കിൽ ടെൻസൈലോ അല്ലെങ്കിൽ കംപ്രസീവോ ആയിട്ടുള്ള സ്ട്രെസ് ആണെങ്കിൽ എന്തായിരിക്കും സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നത്, എന്തായിരിക്കും സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഏതാണ് ഈ പറഞ്ഞ യങ്സ് മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയും. സോ ഇക്വേഷൻ F/A ഡിവൈഡ് ബൈ ഡെൽറ്റ L ബൈ L. ഓക്കെ, രണ്ടാമതാണ് എന്ത് ഷിയർ മോഡുലസ്. ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഷിയർ മോഡുലസിനെ പറയുന്ന മറ്റൊരു പേരാണ് മോഡുലസ് ഓഫ് റിജിഡിറ്റി. അതിന്റെ ടേം എന്ന് പറയുന്നത് G എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. G എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. G എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് റിജിഡിറ്റി. എന്താണ് മോഡുലസ് ഓഫ് റിജിഡിറ്റി? ഷിയർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഏത് ഫോഴ്സ് ആയിരിക്കും അവിടെ വരിക, ഏത് സ്ട്രെസ് ആയിരിക്കും വരിക, ഷിയർ സ്ട്രെസ് ആയിരിക്കും വരിക. സോ ഇറ്റ് ഈസ് ഷിയർ സ്ട്രെസ് ഡിവൈഡ് ബൈ ഷിയർ സ്ട്രെയിൻ ആയിരിക്കും. ഷിയർ സ്ട്രെസ് ഡിവൈഡ് ബൈ ഷിയർ സ്ട്രെയിൻ ആയിരിക്കും. ക്ലിയർ അല്ലേ? അതേപോലെ മൂന്നാമത്താണ് വെരി ഇമ്പോർട്ടന്റ് ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസ് പറയുമ്പോൾ കംപ്രസീവ് സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ വരുന്നത് എന്ത് സ്ട്രെയിൻ ആയിരിക്കും? വോളിയോമെട്രിക് സ്ട്രെയിൻ ആയിരിക്കും. കംപ്രസീവ് സ്ട്രെസ് ഡിവൈഡ് ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ നമ്മൾ K എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ബൾക്ക് മോഡുലസ് അല്ലെങ്കിൽ കംപ്രസീവ് മോഡുലസ് എന്നൊക്കെ വേണേൽ പറയാം. K ഈക്വൽ ടു എന്താണ് വോളിയോമെട്രിക് സ്ട്രെസ് ഡിവൈഡ് ബൈ വോളിയോമെട്രിക് സ്ട്രെസ് നമ്മൾ ചെയ്യുന്നത് P ആണ്. ഡെൽറ്റ PO ആയിക്കോട്ടെ മൈനസ് DV ഡിവൈഡ് ബൈ V ആണ്. ഇത് വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ് ഈ ബൾക്ക് മോഡുലസിന്റെ ഇക്വേഷൻ. ഓക്കെ, ഇങ്ങനെ 3 ടൈപ്പ് ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്സ് ആണ് നമുക്കുള്ളത്. ഒന്ന് എന്താണ് യങ്സ് മോഡുലസ്, രണ്ടാമത്തത് ഷിയർ മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി G, മൂന്നാമത്തത് ബൾക്ക് മോഡുലസ് K. ഓക്കെ, ഫസ്റ്റ് കേസിനകത്താണെങ്കിൽ നമ്മുടെ നോർമൽ സ്ട്രെസ്, സെക്കൻഡ് കേസിനകത്താണെങ്കിൽ എന്താണ് ഷിയർ സ്ട്രെസ് ഷിയർ സ്ട്രെയിൻ, അതേപോലെ തേർഡ് കേസ് ആണെങ്കിൽ ബൾക്ക് അതായത് കംപ്രസീവ് സ്ട്രെസ് ആൻഡ് വോളിയോമെട്രിക് സ്ട്രെയിൻ ആയിരിക്കും. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്സും ഇതിന്റെ റിലേഷൻഷിപ്പുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. റിലേഷൻഷിപ്പിന്റെ സെക്ഷനൊക്കെ നമുക്ക് അടുത്തൊരു സെക്ഷനിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ കൂടി ഉണ്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. കാരണം ആ ഒരു ടേം കൂടി പഠിച്ചാൽ മാത്രമേ ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് നമുക്ക് കിട്ടുള്ളൂ. ഈ പറഞ്ഞ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് കിട്ടുള്ളൂ അല്ലേ? നോക്കിയേ, ആ ഇക്വേഷൻ അല്ലെങ്കിൽ ആ ടേമിന് നമ്മൾ പറഞ്ഞ പേരാണ് പോയിസൺ റേഷ്യോ എന്ന് പറയുന്നത്. പോയിസൺ റേഷ്യോ ഞാൻ ഡെഫിനിഷൻസിലേക്ക് വരുന്നതിന് മുമ്പേ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഓക്കെ, ഇതൊരു 3 ഡയമെൻഷണൽ ബോഡിയാണ്. ഒരു ക്യൂബ് അല്ലെങ്കിൽ ഒരു റെക്ടാങ്കുലർ ബോഡിയാണ് ഇത് ചെയ്തേക്കുന്നത്, ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. ഈ റെക്ടാങ്കുലർ ബോഡിയുടെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് B ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ബോഡിയിലേക്ക് ഞാനൊരു സിഗ്മ അതായത് ഒരു ടെൻസൈൽ ലോഡ് കൊടുക്കുകയാണ്, ടെൻസൈൽ സ്ട്രെസ് കൊടുക്കുകയാണ്. സിഗ്മ എന്ന ടെൻസൈൽ സ്ട്രെസ് കൊടുക്കുകയാണ്. ആസ് വി നോ എന്ത് സംഭവിക്കും? ഇതിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും അല്ലേ? നമ്മൾ എപ്പോഴും ഡയമെൻഷൻ പറയുമ്പോൾ ഏതെങ്കിലും ഒരു മേജർ ഡയമെൻഷൻസിനാണ് മെൻഷൻ ചെയ്യുക. ഞാൻ ഇവിടെ 2 ഡയമെൻഷൻ കൂടെ പറയുന്നുണ്ട്. ഓക്കെ, ഇതിന് സ്വാഭാവികമായിട്ടും സ്ട്രെയിൻ സംഭവിക്കും. എന്താ സംഭവിക്കുക? ഞാൻ ടാൻജൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആയി കൊടുത്തതുകൊണ്ട് അതിന്റെ ഏരിയ കുറയാനും അല്ലെങ്കിൽ അതിന്റെ സൈഡ് വൈസ് ഡയറക്ഷൻ കുറയാനും ലെങ്ത് എന്ത് സംഭവിക്കും? L പ്ലസ് ഡെൽറ്റ Lലേക്ക് കൂടും. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ടു ഇറ്റ്സ് ബ്രെഡ്ത്ത്? ബ്രെഡ് ചേഞ്ചസ് ടു B മൈനസ് ഡെൽറ്റ B അല്ലെങ്കിൽ B പ്ലസ് ഡെൽറ്റ B. ഈ ഡെൽറ്റ B എന്ന് പറയുന്നത് മൈനസ് കുറയാം കൂടാം, എനിവേ പറഞ്ഞാൽ മനസ്സിലായല്ലോ. ആ ചേഞ്ച് ചെയ്തത് ഡെൽറ്റ B ആണെന്ന് ഓർത്താൽ മതി. പറഞ്ഞാൽ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ 2 ടൈപ്പ് സ്ട്രെയിൻ എനിക്ക് ഇവിടെ എഴുതാൻ പറ്റും. 2 ടൈപ്പ് സ്ട്രെയിൻ എനിക്ക് ഇവിടെ മെൻഷൻ ചെയ്യാൻ പറ്റും. ഒന്നാമത്തത് എന്താണ്? ഇവിടുത്തെ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ. ശ്രദ്ധിക്കണം, ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ എപ്സിലോൺ, അത് ടെൻസൈൽ സ്ട്രെയിൻ. ഞാൻ അതിനെ എപ്സിലോൺ L എന്ന് കൊടുക്കുവാണേ. എന്താണ് എപ്സിലോൺ L? ഏത് സ്ട്രെയിൻ ആണെങ്കിലും ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ്. ഓക്കെ, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഇവിടുത്തെ ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ലെങ്ത്തിൽ ഉണ്ടായ ചേഞ്ച് ഡെൽറ്റ L കൂടുകയോ കുറയോ? ഇവിടെ കൂടുകയാണ്, ഡെൽറ്റ L കൂടുകയും. സോ അവിടുത്തെ ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ L ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ലെങ്തിലുള്ള ചേഞ്ച് പോലെ തന്നെ ഇതിന്റെ ബ്രെഡ്ത്ത് എന്ത് സംഭവിച്ചിട്ടുണ്ട്? വേരിയേഷൻ വന്നിട്ടുണ്ട്. സോ ബ്രെഡ്ത്തിലുള്ള വേരിയേഷൻ എന്ന് പറയുമ്പോൾ ലെങ്ത് കൂടിയതുകൊണ്ട് ബ്രെഡ്ത്ത് എന്ത് ചെയ്യുവാണ്? ചുരുങ്ങുവാണ്. എത്ര ചുരുങ്ങിയിട്ടുണ്ട്? ഡെൽറ്റ B ചുരുങ്ങിയിട്ടുണ്ട്. സോ ചേഞ്ച് ചെയ്ത ബ്രെഡ്ത്ത് എത്രയാണ്? ഡെൽറ്റ B ആണ്. സോ അവിടെ ഉണ്ടായ സ്ട്രെയിന് ഞാൻ ലാറ്ററൽ ഡയമെൻഷൻ ആയതുകൊണ്ട് ലാറ്ററൽ LAT ലാറ്ററൽ എന്ന് കൊടുക്കുകയാണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ B ഡിവൈഡ് ബൈ B ആണ്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, എന്താണ് ലാറ്ററൽ ഡയമെൻഷൻ എപ്പോഴും എന്താണ് ടെൻസൈൽ ലോഡിംഗ് വരുന്ന സമയത്ത് ഡിക്രീസ് ചെയ്യണം. ഒന്ന് മറ്റൊന്നിനെ ഡിക്രീസ് ചെയ്യുകയാണ്. ഒന്ന് കൂടുകയാണെങ്കിൽ മറ്റൊന്ന് തീർച്ചയായിട്ടും കുറയും. ഇനി കംപ്രസീവ് ആണെങ്കിൽ നേരെ തിരിച്ച് ലെങ്ത് കുറയും, ബ്രെഡ്ത്ത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. പറഞ്ഞാൽ മനസ്സിലല്ലേ? അവിടെ എപ്പോഴും എടുക്കുമ്പോൾ മെയിൻ ഡയമെൻഷൻ മുകളിലും താഴേക്ക് എടുക്കുക. എനിവേ അപ്പോൾ ഡെൽറ്റ B ബൈ B ആണ്. സോ ഈ ഒരു സ്ട്രെയിൻ്റെ റേഷ്യോ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എന്താണ്? ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡ് ബൈ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ. ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡ് ബൈ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ. ഏതാണ് ലാറ്ററൽ സ്ട്രെയിൻ? ഇവിടുത്തെ ഡെൽറ്റ B ഡിവൈഡ് ബൈ B ബൈ വാട്ട് ഈസ് എ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ ഹിയർ? ഡെൽറ്റ L ഡിവൈഡ് ബൈ L. പറഞ്ഞാൽ മനസ്സിലായോ? ഈ ഒരു സ്ട്രെയിൻ റേഷ്യോനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പോയിസൺ റേഷ്യോ. ന്യൂ എന്ന് പറയുന്ന ലെറ്ററിൽ റെപ്രസെന്റ് ചെയ്യാം. പോയിസൺ റേഷ്യോ ന്യൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ദ റേഷ്യോ ഓഫ് ദ ലാറ്ററൽ സ്ട്രെയിൻ ടു ദ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ. എപ്പോഴും പോയിസൺ റേഷ്യോ എഴുതുമ്പോൾ ലാറ്ററൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ഒരെണ്ണം കൂടി ഒരെണ്ണം കുറയോ ആയതുകൊണ്ട് നെറ്റ് വാല്യൂ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് കാണിച്ചിട്ടായിരിക്കും നമ്മൾ അത് എഴുതുക. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് പറയുമ്പോൾ ജസ്റ്റ് സ്ട്രെയിൻ റേഷ്യോ കൺസിഡർ ചെയ്യും.
ക്ലിയർ ആണല്ലോ. സോ ഇതാണ് എന്ത്, ഈ ഒരു റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുക, പോയിസൺ റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. സോ ഒന്നുകൂടി ഞാൻ പറയാം, പോയിസൺ റേഷ്യോ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ദ ലാറ്ററൽ സ്ട്രെയിൻ ടു ദ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. എന്താണ് ലാറ്ററൽ സ്ട്രെയിൻ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ? ഒരു ബോഡിക്ക് ഡീഫോർമേഷൻ കൊടുക്കുന്ന സമയത്ത് ആ കൊടുക്കുന്ന ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ ഡയമെൻഷണൽ ചേഞ്ചസ് ആണ്. അത് ലെങ്ത് വൈസ്, ബ്രെഡ്ത്ത് വൈസ് എങ്ങനെ വേണമെങ്കിലും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റോഡാണ് നമ്മൾ കൺസിഡർ ചെയ്തെങ്കിൽ അല്ലെ, ഇത് സെയിം തന്നെ. എൽ ലെങ്ത്തും ഇവിടുത്തെ ഡാറ്റ ഡയമെൻഷൻ എന്താണ്, ഡയമീറ്റർ ആണ്. ലെങ്ത് കൂടും, ഡയമീറ്റർ എന്ത് ചെയ്യും, കുറയും. ശരിയല്ലേ? ഏരിയൽ ഡയമെൻഷൻ, ഡയമീറ്റർ, ഏരിയ റെപ്രസെന്റ് ചെയ്യുന്ന ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ കുറയും. അവിടുത്തെ ലാറ്ററൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ഡി ഡിവൈഡ് ബൈ ഡി ആണ്. ലോഞ്ചിറ്റ്യൂഡ് എന്താണ്, ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ എൽ ആണ്. അപ്പൊ ആ റേഷ്യോ ആണ് അവിടുത്തെ എന്ത്, പോയിസൺ റേഷ്യോ വരുന്നത്. പറഞ്ഞാൽ മനസ്സിലല്ലേ? ഇങ്ങനെയാണ് ഇതിന്റെ ഒരു അറേഞ്ച്മെന്റ്സ് വരുന്നത്. ക്ലിയർ ആണല്ലോ. സോ ഈ ഒരു സെഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്ട്രെസ്സും സ്ട്രെയിനും. എന്താണ് സ്ട്രെസ്, സ്ട്രെയിൻ, ആ സ്ട്രെസ്സും സ്ട്രെയിനും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നു, അവിടെ നിന്ന് എങ്ങനെ നമുക്ക് ഹുക്സ് ലോ എന്ന് പറയുന്ന ആ റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്യാം. അതേപോലെ തന്നെ ഹുക്സ് ലോനെ ബേസ് ചെയ്ത് എങ്ങനെ ഇലോങ്ങേഷന്റെ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യാം. സോ ആ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഇസ് എ കോൺസ്റ്റന്റ് എന്നുള്ളത് ഏതൊക്കെ ടൈപ്സ് ഓഫ് കോൺസ്റ്റൻസ് ഉണ്ട്, ഏതൊക്കെ ടൈപ്സ് ഓഫ് ഇലാസ്റ്റിക് മോഡുലസ് ഉണ്ട്, അതിൽ തന്നെ നമ്മൾ പഠിച്ചു ഷിയർ മോഡുലസ്, ബൾക്ക് മോഡുലസ്, അതുപോലെ തന്നെ യങ്സ് മോഡുലസ്. അതേപോലെ തന്നെ ഇവരെ കണക്ട് ചെയ്യുന്ന ഒരു കോമൺ ഫാക്ടറാണ് എന്ത് പറയുന്നത്, പോയിസൺ റേഷ്യോ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എനിവേ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്യാം. ആൻഡ് താങ്ക് യു.